സത്യത്തിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണല്ലേ. ഇത് വെറുതെ ഒന്ന് പറമ്പിൽ കൂടി ഇങ്ങനെ നടന്നാൽ തന്നെ നമുക്ക് കൂട്ടാനോ ഉപ്പേരിയൊക്കെ വയ്ക്കാനുള്ള ഇലവർഗ്ഗങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം തന്നെ നോക്കിയേ, നമ്മുടെ സുന്ദര കുട്ടപ്പൻ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. സിലോൺ ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സുന്ദരനാവട്ടെ നമുക്കിന്ന്. അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുപോയാലോ? നമുക്ക് ഒരു അടി തുടങ്ങാം അല്ലേ. നമുക്കിത് ഉപയോഗിച്ചിട്ട് ഇന്നത്തെ കൂട്ടാൻ ഉണ്ടാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാണിത്. സാമ്പാർ ചീര അല്ലെങ്കിൽ സിലോൺ ചീര എന്നൊക്കെ അറിയാം. അപ്പോൾ നോക്കാം അല്ലേ. ഒരു ചട്ടി എടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് എണ്ണ ചേർത്ത് ഇത്തിരി കടുക് ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു നുള്ള് ജീരകം കൂടെ ചേർത്ത് 2 വറ്റൽമുളകും ചേർക്കുക. അതിനുശേഷം അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഉള്ളി, കനം കുറച്ചരിഞ്ഞ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കുക. അപ്പോഴേക്കും എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സിലോൺ ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി നോക്കുക. ആ ചീരയിൽ നല്ല ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും അടുക്കി പിടിക്കില്ല. എന്നാലും ഒന്ന് ഇടയ്ക്ക് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാലും മതി. ഇനി നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് ഇളക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് വാളൻ പുളി പിഴിഞ്ഞതും ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ തോരപ്പരിപ്പാണ് ഉപയോഗിച്ചത്. നമ്മുടെ ചുവന്ന പരിപ്പ്, മസൂർ ദാൽ ഉപയോഗിക്കണമെങ്കിൽ അതും ആവാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഞാനതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടെ ചേർത്ത് അരച്ച തേങ്ങയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി അതിനെന്ത് ചെയ്യാം, കുറച്ച് നേരത്തേക്കൊന്ന് തിളക്കട്ടെ. ഒന്ന് ചെറുതായിട്ട് തിള വന്നതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സാമ്പാർ ചീര ഉപയോഗിച്ചിട്ടുള്ള സാമ്പാർ, നമ്മുടെ ഇല സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഊണ് കഴിച്ചാലോ? നമുക്കിവിടെ ചോറിനോടൊപ്പം സാമ്പാർ ചീരയും അല്ലെങ്കിൽ ആ സാമ്പാറും ഉണ്ട്. അതുപോലെ കോവയ്ക്ക് ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂട്ടി കുഴച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഊണ് കഴിക്കുക. അപ്പോൾ ചീര കിട്ടുന്നവരെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.